ട്രേഡിംഗ് മീഡിയയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. US മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ്. നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 41 പോയിൻറ്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. താഴത്തെ റേഞ്ച് 25,281, 25,488. കഴിഞ്ഞ ആഴ്ചയിൽ ജസ്റ്റ് അവിടെ വന്നിട്ടാണ് ആ ഒരു ഡിമാൻഡ് സോണിന്ന് സപ്പോർട്ട് എടുത്ത് വീക്കിലി ക്യാൻഡിൽ കയറിയിരിക്കുന്നത്. വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റിൽ സെല്ലേഴ്സും ബയേഴ്സും ആ ഒരു നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്ന കൺസോൾട്ടേഷൻ സോണിൽ നിന്ന് ബയേഴ്സ് താഴോട്ട്, സെല്ലേഴ്സ് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോയെങ്കിലും അവിടെ നിന്ന് ബൈയിങ് സോണിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും തിരിച്ചു കയറി ഒരു ഡോജി ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വീക്കിലി ക്യാൻഡിലാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച ഈ ഒരു സ്ട്രോങ് ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നതിന് ശേഷം വന്നിരിക്കുന്നത് ഒരു ഡോജി ക്യാൻഡിലാണ്. ഡോജി ക്യാൻഡിൽ വന്നിരിക്കുന്നതും നമുക്കൊരു സപ്പോർട്ട്, ഒരു ഡിമാൻഡ് സോണിൽ നിന്നാണ് ഡോജി ക്യാൻഡിൽ വന്നിരിക്കുന്നത്. ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും ഒരു മൊത്തത്തിലൊരു വേൾഡ് മാർക്കറ്റിൻ്റെയൊക്കെ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പം ചെറിയൊരു ബെയറിഷിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഈ ഒരു 25,488, 25,281 ഒരു സ്ട്രോങ് സപ്പോർട്ട് നിഫ്റ്റിക്ക് കൊടുക്കാനാണ് സാധ്യത വളരെ കൂടുതൽ. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വെള്ളിയാഴ്ചത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. ഈ ഏരിയയിൽ ഫുള്ളെന്ന് പറയുന്നത് സെല്ലേഴ്സ് ആക്റ്റീവാണ്. നേരത്തെ നമുക്ക് താഴോട്ട് വരുമ്പോഴൊക്കെ ഇവിടെ എല്ലാം ബയേഴ്സ് ആയിരുന്നു ആക്റ്റീവ് ആയിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു സോണിൻ്റെ ബോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഇവിടെ സെല്ലിംഗ് പ്രഷറാണ്. നമുക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രമാണ് ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വന്നിട്ട് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ബാക്കി എല്ലാം സെല്ലിംഗ് പ്രഷറാണ് ഈ ഏരിയയിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഫുള്ള് സെല്ലിംഗ് പ്രഷർ വന്നിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. ഈ ആഴ്ചയിൽ മിക്കവാറും മാർക്കറ്റ് ഇവിടെ വന്ന് വീണ്ടും ഒരു റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നത് വരയ്ക്കും മാർക്കറ്റിൽ ബൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചിലപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 25,488 ഈ വരുന്ന ഒരു സോണ്. ബഡ്ജറ്റിന് മുന്നേ എന്തായാലും മിക്കവാറും ഇവിടെ വന്ന് ഒരു സപ്പോർട്ട് എടുത്ത് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് ഡേ ക്യാൻഡിൽ വരുന്ന ഡബിൾ ബോട്ടം ഇവിടെ നമുക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച വന്നിട്ടുള്ള ഒരു വിക്ക് ഇവിടെ നിന്ന് തന്നെ ചിലപ്പം വീണ്ടും ഒരു ഡബിൾ ബോട്ടം എടുത്ത് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രീ മാർക്കറ്റിലായിരുന്നു. ഓക്കെ, തിങ്കളാഴ്ച ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. ഈ ഒരു ബോട്ടം 25,610 വരുന്ന ഏരിയ, 25,610 നമുക്ക് 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു ഗ്യാപ്പ് ഡൗണിനോ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനോ സാധ്യതയുണ്ട്. മാർക്കറ്റ് ക്ലോസിംഗ് വന്നിട്ടുള്ളത് 25,694 25,610 വരയ്ക്കും നമുക്ക് സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് മുകളിലോട്ട് മാർക്കറ്റ് പോയിരിക്കുന്നത്. സപ്പോസ് ഈ ഒരു ബോട്ടം പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ബേസ് ക്യാൻഡിലുണ്ട്, ഈ രണ്ട് ബേസ് ക്യാൻഡിലുണ്ട്. ഈ ബേസ് ക്യാൻഡിൽ വരെയും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഇതാണ് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ബോട്ടം വന്നിരിക്കുന്ന ഒരു ലെവൽ. മാർക്കറ്റ് ഇതുവരെ ഈ ഒരു ലെവൽ വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി നോക്കാം. ടാർഗറ്റ് വരുന്നത് ഈ ഒരു ബോട്ടം ആയിരിക്കും.
25475, 25475 മാർക്കറ്റ് ഒരു റിവേഴ്സിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായിട്ട് താഴോട്ട് 15 മിനിറ്റ് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ താഴോട്ട് എൻട്രി എടുക്കാവൂ. എങ്കിലും മാർക്കറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നിന്നൊരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്നൊരു റിവേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ആഴ്ചയിൽ. മുകളിലോട്ടുള്ള ലെവല് ഈ ഒരു 25,800 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,906 വരെ പോകാൻ സാധ്യതയുണ്ട്. ഇതിനിടയ്ക്ക് മാർക്കറ്റ് ഇപ്പം ഏകദേശം 25,700 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 800 സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് എൻട്രി ഉള്ളൂ. ഈ ഒരു ലെവല് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മുകളിലോട്ട് എൻട്രി നോക്കാം. ഇതിനിടയ്ക്ക് ട്രേഡ് ചെയ്യുന്നവർ നമ്മുടെ ഇൻട്രാഡേ ലെവൽസ് നോക്കുക. അതിൽ വരുന്ന ലെവൽസ് നോക്കിയിട്ട് മിക്കവാറും 800 സ്ട്രോങ് ഒരു റിജക്ഷനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയാലും 610 സപ്പോർട്ട് കൊടുത്താലും തൊട്ട് മുകളിലൊക്കെ സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ ചിലപ്പം സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യതയുണ്ട്. 803 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 900 അടുപ്പിച്ച് ചിലപ്പം 900-980 വരെയൊക്കെ മാർക്കറ്റ് കയറി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇൻട്രാഡേ ചാർട്ട് നോക്കാം. CPR വരുന്നത് ഏകദേശം 25,717 തൊട്ട് 27,769 വരെയൊക്കെയാണ്. ഏകദേശം 50 പോയിന്റ് അടുപ്പിച്ച് CPR വരുന്നുണ്ട്. മാർക്കറ്റ് മിക്കവാറും ഈ ഒരു ഏരിയയിൽ ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറാൻ സാധ്യത ഉണ്ടായ 25,637, 25,613 ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത്. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ, ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 25,613-നും 25,637-നും ഇടയ്ക്കോ മുകളിലോ ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു 100 പോയിന്റ് ഇവിടെ നിന്ന് ഇമ്മീഡിയറ്റ് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. CPR വരയ്ക്കും ടാർഗറ്റ് വെച്ചിട്ട് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ശ്രദ്ധിക്കുക. 5 മിനിറ്റ് ചിലപ്പം 5 മിനിറ്റിൽ തന്നെ മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇതിനിടയ്ക്ക് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,613 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മുകളിലോട്ട് എൻട്രി നോക്കാം. CPR വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ 25,768, 25,743 ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ ഇവിടെ നിന്നൊരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രീ മാർക്കറ്റിലും വ്യാഴാഴ്ചത്തെ പ്രീ മാർക്കറ്റിലും വ്യാഴാഴ്ചയാണോ ബുധനാഴ്ചയാണോ എന്നറിയില്ല, പറഞ്ഞതുപോലെ തന്നെയാണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇവിടെ നിന്നൊരു റിജക്ഷൻ വരും. ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിക്കവർ ആകും. 25,637, 25,613 താഴോട്ട് വരുന്ന സമയത്ത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്ട്രോങ് സപ്പോർട്ട് വരുന്നത് 25,545, 25,524 ആയിരിക്കും. മാർക്കറ്റ് എന്തായാലും ഈ ആഴ്ചയിൽ നേരത്തെ നമ്മൾ ഡേ ക്യാൻഡിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡബിൾ ബോട്ടം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ താഴെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. തിങ്കളാഴ്ച വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റിലൊരു റിവേഴ്സ്, ചിലപ്പോൾ ഈ ആഴ്ചത്തെ ഏറ്റവും ബോട്ടവും ചിലപ്പം ഈ ഒരു ലെവലായിരിക്കാൻ സാധ്യതയുണ്ട്. 25,545, 524 ഈ ആഴ്ച ക്വാർട്ടർലി റിസൾട്ടുകൾ വരുന്ന ആഴ്ച കൂടിയാണ്. നല്ല റിസൾട്ടൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പം ഇത് തന്നെയായിരിക്കും തിങ്കളാഴ്ച ഫോം ചെയ്യാൻ പോകുന്ന, ചിലപ്പോൾ ഈ മാസത്തിൽ തന്നെ ഒരു ബോട്ടം ഇതാവാൻ സാധ്യതയുണ്ട് 25,545. കാരണം ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ നേരത്തെ ഡേ ക്യാൻഡിൽ കണ്ട ഏരിയയ്ക്ക് എന്ന് പറയുന്നത് ഇവിടെ എല്ലാം മാർക്കറ്റിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് 25,488, 25,281 ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് ചിലപ്പോൾ ഈ ആഴ്ചയിൽ ഈ ഒരു ബൈയിങ് പ്രഷറുള്ള ഒരു ഏരിയ തന്നെ മാർക്കറ്റിന് സപ്പോർട്ട് കൊടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ബഡ്ജറ്റ് വരികയാണ് 1-ാം തീയതി, ഫെബ്രുവരി 1-ാം തീയതി ബഡ്ജറ്റ് വരുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് നല്ല വോളട്ടൈലായിരിക്കും. അപ്പം കൃത്യമായിട്ട് എങ്കിലും ബയേഴ്സിന് അനുകൂലമായിരിക്കും. കാരണം വിക്സ് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. വിക്സ് ബയേഴ്സിന് അനുകൂലമായിട്ട്
ബഡ്ജറ്റ് വരെ നിലനിൽക്കാനാണ് സാധ്യത കൂടുതൽ. മുകളിലോട്ടുള്ള ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 ലെവൽസും കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. 25,807 25,829 വരുന്ന തൊട്ട് മുകളിലാണ് നമ്മുടെ ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ്. 25,768 25,743 മുകളിൽ വരുന്ന 25,768 25,743 മുകളിൽ വരുന്ന ഈ ഒരു ലെവൽ കൂടി, ഇത് രണ്ടും സ്ട്രോങ് സെല്ലിംഗ് പ്രഷറിനുള്ളൊരു സാധ്യതയുണ്ട് ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 800 വരേക്കും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് 25,807 25,829 ഒക്കെ മാർക്കറ്റിൽ ഒരു 15 മിനിറ്റിൽ സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,934 25,954 വരേക്കും മാർക്കറ്റിൽ ഒരു സ്ട്രോങ് റാലി ഇവിടെ നിന്ന് നടത്താൻ സാധ്യതയുണ്ട്. 25,807 829 5 മിനിറ്റിൽ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റാലി മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം 25,900. പക്ഷേ ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റിൽ ഇവിടെ നിന്നൊരു ചെറിയൊരു കറക്ഷനിലോട്ട് മാർക്കറ്റ് ഇൻട്രാഡേ കറക്ഷനാണ്, ലോങ് ടൈം അല്ല. ഇൻട്രാഡേ കറക്ഷനിലോട്ട് മാർക്കറ്റ് വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇവിടെ ഈ 800 ലെവലിൽ 800-829 ലെവലിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അവിടെ ഒരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്തെങ്കിലും ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് എൻട്രി നോക്കാം. CPR ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച CPR ബ്രേക്ക്ഔട്ടിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുകളിലോട്ട് 800 829 ഒക്കെ ശ്രദ്ധിക്കുക, ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും. ഏറ്റവും താഴെ നമുക്ക് വരുന്ന ലെവല് 25,545 524. ഏറ്റവും ടോപ്പിൽ വരുന്ന ലെവല് 25,924 954 ആയിരിക്കും. എങ്കിലും 800 മുകളിലോട്ട് പ്രതീക്ഷിക്കുന്നില്ല, ഒരു 99% പ്രതീക്ഷിക്കുന്നില്ല. അഥവാ മുകളിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ റാലി പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്